പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. ഈ പെസഹ വ്യാഴാഴ്ച സായാഹ്നത്തിൽ ഈശോയുടെ മുന്നിലായിരിക്കാൻ നമുക്ക് അവിടുന്ന് അവസരം നൽകി. എളിമയുടെ ഏറ്റവും വലിയ പാഠം ഈശോ ഇന്ന് നമുക്ക് കാണിച്ചു തന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച ദൈവമാണ്. ഇന്ന് ഈശോയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈശോയുടെ ഹൃദയത്തിൽ വേദനകളുടെ ഒരു തിരയിളക്കം തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സഹനങ്ങളെയും നിശബ്ദമായി സഹിക്കാൻ ഈശോയ്ക്ക് സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നത് കൊണ്ടാണ്. നമുക്കുണ്ടല്ലോ നിശബ്ദം സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കണം. ഈശോ ചാട്ടവാറടികൾ ഏറ്റുവാങ്ങുമ്പോഴും കാര്യരുമ്പാണികൾ ഈശോയുടെ കരങ്ങളിൽ തറയ്ക്കുമ്പോഴും പിലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ ഈശോ പടയാളികളാൽ നിന്ദിക്കപ്പെട്ടപ്പോഴും പ്രഹരിക്കപ്പെട്ടപ്പോഴും ഒക്കെ നിശബ്ദമായിരുന്നു. വലിയ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ പരിപൂർണമായി കുരിശിന് തന്നെ സമർപ്പിച്ച് നിശബ്ദമായി സഹിക്കുമായിരുന്നു. യെശയ്യാ 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഒരു യാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നിശബ്ദം സഹിക്കാൻ എനിക്ക് നിനക്കൊക്കെ സാധിക്കുന്നുണ്ടോ? നമ്മൾ മുറുമുറുക്കുന്നുണ്ടോ? പെറുവിറുക്കുന്നുണ്ടോ? എന്തിനാണ് ഈ സഹനമെന്നൊക്കെ നമ്മൾ ചോദിച്ച് കർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിക്കാറുണ്ടോ? നിശബ്ദം സഹിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എങ്കിലേ നമുക്ക് ആത്മീയമായ പക്വതയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: ഈശോയെ, നിശബ്ദമായി സഹിക്കാനുള്ള കൃപ നൽകണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.